നമ്മൾ ഹീലായി കഴിഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്ന പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒരു 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് അബാൻഡൻമെന്റ് ഇഷ്യൂ പറഞ്ഞു, പിന്നെ നമ്മൾ ഇമോഷണൽ അൺഅവൈലബിലിറ്റി പറഞ്ഞു, ഫിയർ ഓഫ് ഇന്റിമസി പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ കോഡിപെൻഡൻസിയെ കുറിച്ചാണ് പറയുന്നത്. കോഡിപെൻഡൻസിയെ പറ്റി എനിക്ക് തോന്നുന്നു വീഡിയോസ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഹീലിംഗ് ട്രീറ്റ്മെന്റിലേക്കല്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഹീലിംഗ് ജേർണിയിൽ കോഡിപെൻഡൻസി ഹീൽ ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ പിന്നെയും പലപ്പോഴും അത് നമ്മൾ ലൈഫ് ലോങ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല, കാരണം നമുക്ക് അവയർനെസ് ഇല്ല ഇത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ചു, നമ്മളെ പാർട്ട്ണർ നമ്മളോട് ദേഷ്യം കാണിച്ചു, അല്ലെങ്കിൽ പാർട്ട്ണർ മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ ആവും, നമ്മുടെ സർവ്വതും നമ്മൾ മാറ്റിവെച്ച് നമ്മൾ കട്ടിൽ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അവസ്ഥ. അതായത് മറ്റൊരാളിന്റെ മൂടും വിഷമവും ദേഷ്യവും എല്ലാം നമ്മളുടേതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. അത് സ്നേഹക്കൂടുതലല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും നമ്മൾ കോഡിപെൻഡൻസി അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ ശ്രദ്ധിക്കണം. അതൊരു അമിതമായിട്ടുള്ള സ്നേഹമല്ല കോഡിപെൻഡൻസി, ഓക്കെ. മറിച്ച് അത് ഒരു തരം സെൽഫ് അബാൻഡൻമെന്റ് ആണ്. അതായത് നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കോഡിപെൻഡൻസി എന്ന് പറയുന്ന ഒരു സാധനം. പലപ്പോഴും നമ്മൾക്ക് അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ ജീവിതകാലം മൊത്തം ആ ഒരു ഡിപ്പെൻഡൻസിയിൽ ജീവിക്കും. പിന്നെ ആ ഒരു നെർവസ് സിസ്റ്റം അത് പാറ്റേൺ ആയിട്ട് മാറും. ആ ടോക്സിക് പാറ്റേൺ കാരണം നമ്മുടെ ജീവിതത്തിൽ ഡോപ്പമിൻ റിലീസുകൾ ഉണ്ടാവും പലപ്പോഴും, അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവണമെന്നില്ല, ഫെമിലിയാരിറ്റി ആയിട്ട് മാറും ആ പാറ്റേൺ. ആ ടോക്സിക് പാറ്റേൺ ആണ് ഫെമിലിയാരിറ്റി ആയിട്ട് മാറണം. അപ്പൊ ആ ഫെമിലിയർ പാറ്റേൺ പോലും നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നൂല, കാരണം അതാണ് നമ്മുടെ ഫെമിലിയാരിറ്റി. ജയിലിൽ കിടക്കുന്ന ഒരാളിന്റെ ഫെമിലിയാരിറ്റി എന്താണ്? ജയിലും അതിൻ്റെ ഉള്ളിലുള്ള ആ മുറിയും, അതിന് എത്ര സ്മെല്ലുള്ള റൂമാണെങ്കിലും അതാണ് ഫെമിലിയാരിറ്റി. അതിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതുപോലെയാണ് മനുഷ്യൻ. കുട്ടിക്കാലത്ത് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടും അപ്രൂവലിന് വേണ്ടിയിട്ടും ഈവൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ അറിയാണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന കോഡിപെൻഡന്റ് പാറ്റേൺ. എൻ്റെ ഇഷ്ടങ്ങളെ എല്ലാം ഞാൻ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ജീവിക്കുന്ന ചില അമ്മമാരെ കണ്ടിട്ടില്ലേ? എന്നിട്ട് അവർ പറയും എനിക്ക് എന്താ വേണ്ടതെന്നോ ഞാൻ എങ്ങനെയാണ് ജീവിച്ചെന്നോ പോലും എനിക്കറിയില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അപ്പൊ അത് പഴയ കാലം. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തില് അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഏറ്റവും സാധുക്കൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അപ്പോ ഇനി നമ്മൾ ആ പാറ്റേൺ ഹീൽ ചെയ്യണ്ടേ? മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാനും അയ്യോ അവരെ നിരാശപ്പെടുത്തണ്ട, അയ്യോ അവർക്ക് വിഷമം തോന്നും ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ കോഡിപെൻഡന്റ് ബിഹേവിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എനിക്ക് വേണ്ടാത്തത് പോലും ഞാൻ വേണ്ടാന്ന് പറയും, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് പോലും ഞാൻ എടുത്ത് ചെയ്യും. നോ പറയാനേ പറ്റില്ല. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഇനി അഥവാ നോ പറഞ്ഞാലും ഞാൻ മറ്റുള്ളവരെ വിഷമിപ്പിക്കില്ലേ, അല്ലെങ്കിൽ ഞാനത് കൂടുതൽ സെൽഫിഷ് ആവണുണ്ടോ എന്നൊക്കെ ഒരു പേടി എനിക്കുണ്ടാവും. കാരണം ചുറ്റിലും നിൽക്കുന്നവർ അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടെ പാറ്റേൺസ് നമ്മൾ ഹീൽ ആവുമ്പോഴേ നമ്മളുടെ പാറ്റേൺസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോ മറ്റുള്ളവർക്ക് അതൊരു അൺഫെമിലിയർ പാറ്റേൺ ആയിരിക്കും. ഇത്രയും നാൾ ഇവർ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. ആ ബുദ്ധിമുട്ട് കാരണം അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് യോ ഞാൻ സെൽഫിഷ് ആയി തുടങ്ങിയോ എന്നുള്ളൊരു സാധനം. അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങളിൽ വർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോഡിപെൻഡൻസി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യലല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് വാല്യൂ ഉള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് കോഡിപെൻഡൻസി. അതായത് മറ്റൊരാൾ പറയണം നീ കിടിലോണ്, നീ നല്ലതാണ്, നീ അടിപൊളിയാണ് എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരാളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് കിട്ടിയത്. നല്ല കുട്ടി, ഇപ്പൊ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ കുറെ നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നു, കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അപ്പം നല്ല മിടുക്കി കേട്ടോ, നല്ല കുട്ടി കേട്ടോ എന്ന് നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ, കുഞ്ഞിലെ നമ്മൾ കേൾക്കുമ്പോൾ, അപ്പൊ നല്ലത് എന്നുള്ള ഒരു സാധനം, ആ ഒരു വാലിഡേഷൻ തരുന്ന ഒരു സന്തോഷം, ഡോപ്പമിൻ റിലീസ്, ഇതെല്ലാം കാരണം നമ്മൾ വലുതായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ഇനി ചെയ്യണ്ടാത്തതും ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് തിരിച്ചറിയുന്നത് തന്നെ നമ്മുടെ ഒരു 40കളിലായിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുവരെ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മളുടെ അറ്റൻഷൻ ഈ കോഡിപെൻഡന്റ് ബിഹേവിയർ ഉള്ള ആൾക്കാരുടെ അവർക്ക് മറ്റുള്ളവരെ ഏറ്റവും നന്നായിട്ട് അറിയാം. അവർക്ക് എന്താ വേണ്ടത്, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ മുഖം ഒന്ന് വാടിയിരുന്നാൽ എന്ത് ചെയ്യണം, അവരെന്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കണു, എന്തായിരിക്കാം അതിനുള്ള റീസൺ, ഇതെല്ലാമാണ് തലയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് എന്ത് പറ്റി, എനിക്കെന്താ വേണ്ടത്, എനിക്ക് എവിടെ വിഷമം തോന്നി, എന്റെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, എന്നെ എന്തിനാ അവര് വിഷമിപ്പിച്ചേ, ഇതെല്ലാം ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പൊ ചുറ്റിലും പുറത്തേക്കാണ് അറ്റൻഷൻ, എപ്പോഴും പുറത്തേക്ക് 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 നോക്കിക്കൊണ്ടിരിക്കണം. അതുവരെ നമുക്ക് ഹീലിംഗ് നടക്കില്ല. ദ മൊമെന്റ് നമ്മൾ അറ്റൻഷൻ എടുത്തിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വെക്കുകയാണ്, അപ്പോഴാണ് ശരിക്കും നമുക്ക് ഹീലിംഗ് നടക്കുന്നത്. പക്ഷെ അങ്ങനെ വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടുതൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തും നമ്മളുടെ പാറ്റേൺസ് ഹീൽ ചെയ്തും നമ്മളിലെ കുറെ ട്രോമാസ് റിലീസ് ചെയ്തും എല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ വെക്കാൻ പോലും പറ്റുള്ളൂ. നിങ്ങൾ ശരിക്കും ഈ ഹീലിംഗ് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ സ്നേഹത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. അത് തന്നെയാണ് നിങ്ങളുടെ ഹീലിംഗ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്താണെന്നറിയോ? ഫിയർ ഓഫ് റിജക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടി എന്താണ്? നമ്മൾ ആരെങ്കിലും റിജക്ട് ചെയ്താലോ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഏറ്റവും അവസാനം വെച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഫിയർ ഓഫ് റിജക്ഷൻ ആക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ.